അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലിയാണ്. അദ്ദേഹത്തിന്റെ മകന്റെ എൻഗേജ്മെന്റ് ആണ്, കൊട്ടാരക്കര വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ചടങ്ങുകളുള്ള ഒരു വിവാഹമായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ചടങ്ങുകളും. പക്ഷേ ഞാൻ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളുടെ ലേഹ്യത്തിന്റെ 2 ബാച്ച് കൊറിയർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഞാൻ വളരെ ടയേർഡായിരുന്നു. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ബോധരഹിതയായി വീണു. ബാക്കി വീഡിയോ കാണാം. പയ്യൻസ് ആണ് നിൽക്കുന്നത്. ആ പിങ്ക് ജുബാണ് പയ്യൻസ് കേട്ടോ. പയ്യൻസിന്റെ അമ്മയും അച്ഛനുമാണ് ആ നിൽക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ ചടങ്ങുകളൊക്കെ. ഇതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല നടന്ന് തളർന്നിച്ചിതാ വരുന്നുണ്ട്. ഇവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ ഇരിക്കുന്നവർക്ക്. വയ്യ. ഇതിൻ്റെ ചടങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടോ. മുറുക്ക്, അച്ചപ്പം, നോക്കിക്കേ. നമ്മുടെ പപ്പയും പയ്യനും പയ്യൻ്റെ അച്ഛനും ഒക്കെയായിട്ട് സംസാരിക്കുകയാണ്. ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. പയ്യന്റെ പെങ്ങളാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോ ഇതില് സത്യം പറഞ്ഞാല് ചെറുക്കനേക്കാളും നാത്തൂനാണ് ഇവിടെ റോള് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ട് കാണുന്നത് കേട്ടോ. അപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ നാവും ചുണ്ടും ഒക്കെ നന്നായിട്ട് വറ്റി വരളുന്നുണ്ട്. എൻ്റെ ശരീരം കണ്ടമാനം ഉഷ്ണിക്കുന്നുണ്ട്. കൈത്തോളിനും നെഞ്ചിനകത്തും ഒക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയോ ശരീരം ഇങ്ങനെ കുഴയുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇതൊരു വെറൈറ്റി ഇതാണല്ലോ, എനിക്ക് കാണുകയും വേണം, വീഡിയോ എടുക്കുകയും വേണം. ഇതാണ് പെണ്ണ്.
അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പെങ്ങള് എഴുന്നേറ്റ്, ചെറുക്കന്റെ സഹോദരി അങ്ങ് എഴുന്നേറ്റു. ആ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ശരിക്കും ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെ കിടന്ന് കറങ്ങുകയാണെന്ന് തോന്നുവാ കേട്ടോ. എന്നിട്ടും നമ്മുടെ ഉശിര് കളയുന്നില്ല. ഇല്ല എനിക്കൊന്നുമില്ല എന്ന് എൻ്റെ മനസ്സിൽ ഞാനങ്ങോട്ട് മനസ്സിനെ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിക്കുന്നുണ്ട്. എവിടെ പിന്നീട് ഇങ്ങനെ ഒരു ചടങ്ങാണ്. എല്ലാവരും വന്ന് ഇവരുടെ ബന്ധുക്കള്, സ്ത്രീകൾ എല്ലാവരും വന്ന് കുങ്കുമം തൊടുന്നു, തിരിച്ചങ്ങോട്ട് തൊട്ട് കൊടുക്കുന്നു. മുല്ലപ്പൂ ഒരു പീസ് എടുത്ത് മറ്റേ ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോഴേക്കും തന്നെ ഞാൻ വീഴുന്നൊരു മട്ടവായി. എന്നിട്ടും ഞാൻ വിടാതെ അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഇങ്ങനെ തന്നെ കുറേ സമയം അതിന്റെ ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. പിന്നെ ഒരു കസേര തൊട്ടടുത്തൊരു വയസ്സി എന്നൊരു അമ്മ, അതായത് ഈ പ്രിയയുടെ ആ പയ്യന്റെ അമ്മയുടെ അമ്മ, അവരൊരു കസേര എടുത്തിട്ട് തന്നിട്ട് ഞാൻ അവിടോട്ട് ഇരിക്കുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു പോയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. പപ്പ വന്നിരുന്ന എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, നാവെടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്കൊരു അല്പം വെള്ളം കുടിക്കണം, ഞാൻ വീണു പോകും, ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു. ഞാനായിട്ട് അവിടെ ഒരു ഇതുണ്ടാവണ്ട, ഒരു ചടങ്ങ് നടക്കുകയല്ലേ. ഇവരെല്ലാം ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നവരാ കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ചടങ്ങുകളാണ്. ഇവരെല്ലാം ഇതിന് തയ്യാറായി നിൽക്കുന്നവരാണ്. ഇതൊന്നുകൊണ്ട് തീരത്തില്ല. ഒരു തുടർച്ചയായിട്ടിരുന്ന് അയ്യ ഇതിനിടയ്ക്ക് ഞാൻ ബോധരഹിതയായി വീണു. അവര് ചടങ്ങുകളൊക്കെ ഇത് എനിക്ക് ബോധം വന്ന് ഞാനൊന്ന് നോർമലായതിനു ശേഷമാണ് ഈ ചടങ്ങുകൾ പോലും നടത്തുന്നത് കേട്ടോ, മോതിരം മാറൽ പരിപാടി. കാരണം ഞാൻ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് ഈ ഒരു പെണ്ണിന്റെ ചെറുക്കന്റെ അച്ഛനും അമ്മയും പെണ്ണും ചെറുക്കനും എല്ലാവരും എൻ്റെ ചുറ്റുമായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും ഞാൻ വെള്ളം മുഖത്ത് വീണു, കുടിച്ച് വായിൽ നിന്ന് വെള്ളം ഒഴുകാണ്, ഒഴിച്ചിട്ട് എൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അതുമാതിരി ഞാൻ ടയേർഡായി പോയായിരുന്നു. ശാരീരികമായി 4-5 ദിവസം കൊണ്ട് ഗോവയിലുള്ള അലച്ചില്, രാവും പകലുമുള്ള യാത്രകള്, അതിന്റെ കൂടെ ട്രെയിൻ യാത്ര, പിന്നെ വീട്ടിൽ വന്നിട്ടും റെസ്റ്റ് എടുത്തില്ല. ഇതിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിന് വന്നത്. ഡോറ് തുറന്ന് വണ്ടിയിലേക്ക് കയറുമ്പോ തന്നെ വീഴാൻ പോകുന്നത് പോലെ ഞാൻ വേച്ചു പോയതാണ്. അപ്പൊ എന്തായാലും എന്നെ ഇവര് എല്ലാം ഒന്ന് നോർമൽ ആയതിനു ശേഷമാണ് അടുത്ത ചടങ്ങുകൾ തുടങ്ങിയത് കേട്ടോ. അപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്നിട്ടാണ് പോയത്. വിറയ്ക്കുന്നു. എന്നാലും എനിക്കിതൊന്ന് തുടർച്ചയായിട്ട് ഒന്ന് എടുത്ത ഉപകാരമാണ്. പിന്നീട് എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ വന്ന ഒരു പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് പോയിട്ട് ആ മോളെടുത്ത വീഡിയോ ആണ് ഇത്. ഞാനപ്പോൾ അവിടെ തളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവര് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഇഷ്ടമല്ല, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാ കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മൾ ഇതിന് വന്നതല്ലേ, കുറേ വെറൈറ്റി ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തന്നെയല്ല നമ്മൾ കാരണം അവിടെ അവർക്കതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ. അങ്ങനെ ഞാൻ പിടിച്ചിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിനി ഫുഡും ഒക്കെ കഴിച്ചിട്ട് പോകാം. കാരണം ഞാൻ 3-4 ദിവസമായി വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പോലും. യാത്രയിലായപ്പോ നമ്മള് അവിടുത്തെ ഫുഡൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഒന്നും കഴിക്കാൻ ഞാനും രാജിയും ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. പിറ്റേ ദിവസം നമ്മൾ ഷൊർണൂര് വന്നപ്പം ഒരു ഊണ് കിട്ടിയതാണ്. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഞാൻ ഫുഡ് കഴിക്കാറില്ല. അപ്പൊ അത് എല്ലാം കൂടെ ആയിട്ട് ഞാൻ ആകെ തളർന്നു പോയായിരുന്നു.
മോതിരം മാറ്റ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ നമ്മള് ഗോവയില് രാവും പകലുമുള്ള യാത്രയില് പകല് 1 മണിക്കൂർ മഴയാണെങ്കിൽ 2 മണിക്കൂർ വെയിലാണ്. ആ കരിഞ്ഞ വെയിലും മഴയും ഏറ്റ് പിന്നെ അല്ലാതെ നമ്മള് പിന്നെ സ്നോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞിന്റെ അകത്ത് അത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഞാൻ ആയിപ്പോയി. ആ ഒരു നിമിഷം നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല. ഒരുപാട് മഞ്ഞ് വാരി കളിക്കുകയും ഒരുപാട് സമയം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ശാരീരികമായിട്ട് ഞാൻ ഒരുപാട് ടയേർഡായിരുന്നു കേട്ടോ. അപ്പൊ അത് പയ്യന്റെ അല്ല, പെണ്ണിന്റെ അച്ഛനും അമ്മയാണ് ഇപ്പൊ വരുന്നത്. അത് അമ്മയും ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണനും പ്രിയ അവര് രണ്ടുപേരും വല്ലാതെ ഭയന്നു പോയി കേട്ടോ. എന്നാ എന്നെ അത്രയ്ക്ക് കാര്യമാണ് അവർക്ക്. പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ജീവൻ പോയെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും കൊള്ളാം, നമ്മൾ എന്തായാലും വന്നതല്ലേ, ചടങ്ങുകളെല്ലാം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ആ മോടെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ വാങ്ങി ബാക്കി ചടങ്ങുകൾ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം. പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു വെറൈറ്റി അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ടയേർഡായിട്ടിരിക്കുന്ന ഞാൻ വീണ്ടും ബാക്കി കൂടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയതാണ്. അതാ നമ്മുടെ സദ്യ റെഡിയായി. കഴിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ശരീരമൊക്കെ കുഴഞ്ഞു വന്നു. ഞാനിപ്പോൾ വല്ലച്ചാലും ഒന്നിരിക്കുകയാണ്. വന്നു, ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാം. ഓക്കേ. അപ്പോ എന്റെ കയ്യും മുഖവും ഒക്കെ കണ്ടാൽ നിങ്ങളിപ്പോ എന്നെ തിരിച്ചറിയില്ല. അതുമാതിരി കറുത്ത് കരിവാളിച്ച് വല്ലതായി പോയി കേട്ടോ. അപ്പൊ നമ്മൾ വെറൈറ്റി ഒരു ചടങ്ങുകൾ കണ്ടില്ലേ, ഒരു എൻഗേജ്മെന്റിന്റെ ചടങ്ങ് കണ്ടില്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയ ചടങ്ങുകളൊക്കെ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.